ഹായ് സുഹൃത്തുക്കളെ, മൈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മുടെ കരിയിലക്കുളമല്ല നിൽക്കുന്നത്. കരിയിലക്കുളരെ ഇത് എൻ്റെ വീട് തന്നെ. ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വാട്ടർ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നത്. പ്രഷർ കുറഞ്ഞില്ല, ഇല്ല. ഇനി പ്രഷർ കുറഞ്ഞപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ വന്നതാണ്. അതെങ്ങനെ ഇവിടെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് വാട്ടർ ടാങ്കിലെ ഫിൽറ്ററിൻ്റെ വാട്ടർ ടാങ്കിൻ്റെ പ്രഷറല്ല അത് ബാക്ക് വാഷ് ചെയ്യുന്നത്. ഇത് മോട്ടറിന്റെ പ്രഷറല്ല ബാക്ക് വാഷ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും കമന്റ് അയച്ചായിരുന്നു. ഇതേലെ 3 സിലിണ്ടറിന്റെ ബാക്ക് വാഷ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. അത് 3 സിലിണ്ടറിന്റെ ചെയ്തേക്കുന്ന ഹരിപ്പാട് ഒരിടത്താണ്. അന്നേരം അവിടുത്തെ താമസക്കാരെല്ലാം അവരെല്ലാം വീട്ടുകാരെല്ലാവരും അമേരിക്കയിലാണ്. അന്നേരം ഇനി അവരുടെ പെർമിഷനൊക്കെ എടുത്തതിന് ശേഷമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ താമസിക്കാൻ ചെയ്യുന്നുണ്ട് സമയം പോലെ. ഇതിപ്പം മോട്ടറിന്റെ പ്രഷറിൽ എങ്ങനെ ബാക്ക് വാഷ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഇവിടെ താമസിക്കുന്ന ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്താം. ഈ ചേട്ടനെ ഇവിടെ താമസിക്കുന്നത്. ഹായ് ചേട്ടാ. ഹായ്, ഹലോ. പേരെന്തായിരുന്നു? എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ വീട് കോട്ടയത്താണ്. ഇപ്പൊ ഞാൻ കരിയിലക്കുളങ്ങര നമ്മളെ പുള്ളിക്കാരന്റെ വീടിന്റെ അടുത്ത് വീട് വാടകയ്ക്ക് എടുത്തിരിക്കട്ടെ. എൻ്റെ സ്വന്തം സ്ഥലം കോട്ടയത്താണേലും ഞാൻ തിരുവനന്തപുരത്താണ് ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്നത്. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഗവൺമെൻറ് സർവീസിലായിരുന്നു. ജോലി ഉണ്ടായിരുന്നതോടെ സ്ഥലമൊക്കെ വാങ്ങിച്ചൊരു വീടൊക്കെ വെച്ച് അങ്ങനെ അവിടെ താമസിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ മോൾക്ക് ജോലി കിട്ടിയത്. ഇവിടെ കരിയിലക്കുളങ്ങര ഒരു സ്പില്ലിംഗ് മില്ലുണ്ട്. അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗയിൽ ഒരു സ്പില്ലിംഗ് മില്ലാണ്. അണ്ടർടേക്കിങ്, ഗവൺമെൻറ് ഓഫ് അണ്ടർടേക്കിങ്. ജോലി അവിടെ സൂപ്പർവൈസർ ജോലി കിട്ടി. അവിടെ ടെക്സ്റ്റൈൽ ഡിപ്ലോമ കഴിഞ്ഞതാണ്. അങ്ങനെ ഇവിടെ ജോലി കിട്ടിയോണ്ട് ഇങ്ങനെ വന്ന് അങ്ങനെ ഞാൻ ഇവിടെ താമസിക്കും. അപ്പൊ നമ്മുടെ ഫിൽറ്ററിന് എന്താ ചെറിയ കുഴപ്പം വന്നേ, പ്രഷറില്ല, വെള്ളം വരുന്നില്ല. അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പുള്ളിയെ വിളിച്ചു. അങ്ങനെ വന്ന് ശരിയാക്കിയെല്ലാം റെഡിയാക്കി ഓക്കെ ആക്കി ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ മോട്ടറിന്റെ പ്രഷറിൽ എങ്ങനെ ബാക്ക് വാഷ് ചെയ്യാന്ന് കാണിച്ചു തരാം. ഇതും മോട്ടറിന്റെ ലൈനായി മേളോട്ട് പോയിരിക്കുന്നത്. എന്നിട്ട് ആ വാൽവ് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് ഇത് ഫിൽറ്ററിലോട്ടുള്ള ലൈനാണ്. ഈ ഫിൽറ്ററിലോട്ടുള്ള ലൈൻ ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ടാങ്കിൽ നിന്ന് ഫിൽറ്ററിലോട്ട് വരുന്നതാണ്. എന്ന് വെച്ചാൽ ഫിൽറ്റർ പൈപ്പ് ലൈനിലോട്ട് വെള്ളം വരാൻ വേണ്ടി. ഇതും കൂടെ ഒന്ന് ക്ലോസ് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഈ വാൽവ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിലെ വെള്ളം വരും. ഈ വെള്ളം തിരിച്ച് മോട്ടറിൽ കയറാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യേണ്ടത്. ടാങ്കിൽ നിന്ന് വരുന്ന ലൈൻ ക്ലോസ് ചെയ്ത്, മോട്ടറിൽ നിന്ന് ടാങ്കിലോട്ടുള്ള ലൈൻ ക്ലോസ് ചെയ്ത്, മോട്ടറിൽ നിന്ന് ഫിൽറ്ററിലോട്ടുള്ള വാൽവ് ഓപ്പൺ ചെയ്ത്, അത് കഴിഞ്ഞാൽ പിന്നെ ഈ വാൽവ് പിടിച്ച് ബാക്ക് വാഷിലോട്ട് ഇടുക. ഫിൽറ്ററിന്റെ ഈ വാൽവ് ബാക്ക് വാഷിലിട്ടിട്ട് മോട്ടർ ഓൺ ആക്കുക. ഇപ്പൊ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ വീഡിയോക്ക് അത് കാണിച്ചു പോലെ ഇടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുക. 4 വശം ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം അഴുക്കളായി പോകുന്നതാണ്. ഇവിടെ ഞാൻ തന്നെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ബാക്ക് വാഷ് ചെയ്യുന്ന. ആഴ്ചയിലോ സമയം കിട്ടുന്ന പോലൊക്കെ വരും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് വരാൻ പറ്റിയില്ല. 2-3 ദിവസത്തേക്ക് മുമ്പ് വരാൻ പറ്റിയില്ല. ഇപ്പൊ ഇവിടെ പ്രഷർ കുറഞ്ഞ പൈപ്പ് ലൈനിൽ, അത് കാരണം ഇപ്പൊ വിളിച്ചതിന്റെ പേര് ഞാൻ ഇപ്പോൾ വന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് പിടിച്ച് ഇടയ്ക്കൊന്ന് റിങ്സിലിട്ട് കൊടുക്കണം. റിങ്സിലിട്ടിട്ട് അന്നേരം തന്നെ പിടിച്ച് ബാക്ക് വാഷിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കുകളായി പോകും. പിന്നെ ഇടയ്ക്കൊന്ന് കൊട്ടിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം ഫിൽറ്റർ ക്ലീൻ ആവും. ഇങ്ങനെ 10-20 മിനിറ്റോളം ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫിൽറ്ററിനകത്ത് വാഷർ ലീക്ക്, അതായത് വെള്ളം ലീക്കാന്ന് വാഷർ പോയി കിടക്കും. ഇപ്പൊ ചോക്കപ്പായ കാരണം ഇച്ചിരി സമയം എടുക്കും. ഒരു അരമണിക്കൂറോളം നമ്മൾ മെനക്കെടണം. ഞാൻ വീഡിയോ ചുരുക്കിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോക്കകത്തൊരു ചേട്ടൻ ചോദിച്ചാൽ എങ്ങനെ എളുപ്പത്തിൽ 3 സിലിണ്ടറിന്റെ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ ഇച്ചിരി ദൂരെ കൂടുതലാണ്, അരിപ്പാടാണ്. ആ വീട്ടുകാരവിടെ ഇല്ല, അവരെല്ലാം അമേരിക്കയിലാണ്. അവരുടെ ഇനി പെർമിഷൻ ഒക്കെ എടുത്തിട്ട് അവിടെ പോയി ചെയ്യാം, സമയം കിട്ടുവാണെങ്കിൽ, അവർ സമ്മതിക്കുവാണെങ്കിൽ. ഈ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. ഇതുപോലുള്ള വീഡിയോകൾ ഇങ്ങനെ ഞാൻ എന്നെ കൊണ്ടാകുന്ന രീതി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണ്ടി ചെയ്യണം.
ഇത് കഴിഞ്ഞ് ബാക്ക് വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം തുറക്കേണ്ട വാൽവ് മോട്ടറിൽ നിന്ന് ടാങ്കിലോട്ടുള്ള വാൽവ് തുറക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഇത് ക്ലോസ് ചെയ്യുക. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആദ്യം ചെയ്യേണ്ടത് ടാങ്കിലോട്ടുള്ള വാൽവ് തുറക്കുക, മോട്ടറിന്റെ ടാങ്കിലോട്ട് പോകുന്ന വാൽവ് തുറക്കുക. രണ്ടാമത് ഫിൽറ്ററിലോട്ടുള്ള വാൽവ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇത് പിടിച്ച് റിങ്സിലോട്ട് ഇടുക. അതിനു മുന്നേ റിങ്സിലിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ടാങ്കിൽ നിന്ന് വരുന്ന വാൽവുകൾ തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ എയർ കയറും. ആദ്യം മോട്ടറിൽ നിന്ന് ടാങ്കിലോട്ടുള്ള വാൽവ് തുറക്കുക. രണ്ടാമത് മോട്ടറിൽ നിന്ന് ഫിൽറ്ററിലോട്ടുള്ള വാൽവ് ക്ലോസ് ചെയ്യുക. മൂന്നാമത് ചെയ്യേണ്ടത് ടാങ്കിൽ നിന്ന് ഫിൽറ്ററിലോട്ട് വരുന്ന പൈപ്പ് ലൈനിലോട്ട് പോകുന്ന ആ വാൽവ് തുറക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ റിങ്സിൽ കിടക്കുന്നത് പിടിച്ചിന് ഫിൽറ്ററിലോട്ട് ഇടുക. ഈ വാൽവുകൾ ഓപ്പൺ ആക്കുന്നതും ക്ലോസ് ചെയ്യുന്നതും എല്ലാം ശ്രദ്ധിച്ചു വേണം, അല്ലെങ്കിൽ പൈപ്പ് പൊട്ടിപ്പോകാനും ഊരി പോകാനൊക്കെ സാധ്യത കൂടുതൽ. അതുകൊണ്ട് മോട്ടറിന്റെ പ്രശ്നമില്ലാണ്ട് പ്രത്യേകിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഓക്കെ ബൈ.